ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായ സംഭവം ഞാൻ കാണിച്ചുതരാം. എന്തായാലും ഇപ്പം നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ് APEK പ്രശ്നം. APEK കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയല്ലേ? വീഡിയോ കണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് APEK എന്ന് പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിൽ പല മഹലിലും എന്താ പറയാ, 2 വിഭാഗമായിട്ട് 2 പള്ളി, 2 മദ്രസ, പിന്നെ തല്ല് പിടി കുത്ത് അടി, പിന്നെ 2 നേർച്ച, എല്ലാം 2. ശരിക്കും മറ്റു വിഭാഗങ്ങളെല്ലാം കാണുന്ന സമയത്ത് നോക്കി ചിരിക്കാനും കളിയാക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു വീഡിയോ കണ്ടതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കാണിച്ചു തരാം. അതായത് വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു നാട്ടില് മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട്, അതായത് ഈ വീഡിയോയിൽ കാണുന്ന മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, പ്രശ്നവും കാര്യമല്ലോ. ആ സംഭവം എന്തെന്ന് ഞാൻ നോക്കിയിട്ടാണ്, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടാകും. ഇന്നലെ ഇട്ട വീഡിയോ ആണ്. അതിൽ കുറച്ച് സ്ട്രൈക്ക് ആയിട്ടുള്ള കമന്റ്സ് ഞാൻ എന്തായാലും വായിക്കാം. അവിടെയൊന്നുമില്ല. അതായത് EK വിഭാഗം പുളിഞ്ഞാലിൽ എവിടെ സ്ഥലം എന്നൊക്കെ അറിയില്ല. പുളിഞ്ഞാലിൽ ഇന്നലെ മരിച്ച ആളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കമ്മിറ്റി ഭാരവാഹി ലൈറ്റ് ഓഫ് ആക്കി. മരിച്ച ആൾ APക്കാരനായിരുന്നു. മഹല് ഭരിക്കുന്ന ലീഗുകാരാണ്. 40 ദിവസം മുമ്പ് ഒരു മയ്യത്ത് വീട്ടുമുറ്റത്ത് വെച്ചാണ് നടന്നത് നിസ്കാരം. അതിനുശേഷം 2-3 പ്രാവശ്യം DYSPയുടെ അടുത്ത് ചർച്ച നടന്നെങ്കിലും അവർ സമ്മതിച്ചില്ല. അതിനിടയിലാണ് ഇന്നലെ വീണ്ടും മരണം നടന്നത്. ഇവരൊക്കെ മനുഷ്യരാണ്. ഓക്കെ, കമന്റ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും എന്താണ് AP, എന്താണ് EK? ഇതിന്റെ തലപ്പത്ത് വെക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തുകൊണ്ട് ഇവർ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം കുറെ കാലങ്ങളായിട്ട് എല്ലാ നാട്ടിലും APEK എന്ന് പറഞ്ഞിട്ട് മുസ്ലിംസിലെ സുന്നി ഭാഗത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ അങ്ങനെ വല്ല അടിയും കുത്തും കുൽമാലെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നബിദിനത്തിന്റെ സമയമാകുമ്പോൾ, അല്ലെ, നബിദിനം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ വരുന്ന സമയത്ത് ഈശ്വരൻ ഫോൺ സൈലന്റ് ആക്കണം, അവളോട് പറയുമ്പോൾ വരാന്ന് പറയാം. അപ്പോ എന്താണ് ഇവര് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായത്. നമ്മളെ നാടിന്റെ അടുത്തില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. അങ്ങനെ അടുപ്പിക്കുകയും ചെയ്യില്ല. ഇങ്ങോട്ടല്ല, എനിക്കൊന്നിട്ട് ഈ പുളിഞ്ഞാല് ആടെന്ന് പറയുന്ന കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ വേറെയും കുറച്ച് കമന്റ്സ് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. അതായത് APEK വിഭാഗം നമ്മളുടെ പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ലാതെ സമാധാനത്തോടു കൂടി പോയി ഒരു മഹലിനെയും 2019 AP വിഭാഗം സുന്നി സെന്റർ എന്ന് പറഞ്ഞ ഒരു പള്ളി നിർമ്മിക്കും. പിന്നീട് ഞങ്ങൾക്ക് 2 മഹൽ വേണമെന്ന് പറഞ്ഞ് AP വിഭാഗം EK വിഭാഗം 2 മഹലായി പിരിയുകയും ചെയ്തു. ഒരു ഉടമ്പടി കരാർ തയ്യാറുണ്ടാക്കുകയും ചെയ്തു. AP വിഭാഗം EK വിഭാഗം അതിൽ ഒപ്പിടുകയും ചെയ്തു. വിവാഹ ചടങ്ങുകളും മരണാന്തര കർമ്മങ്ങളും മദ്രസ പഠനങ്ങളും അതായത് അവരുടെ മഹലിൽ വെച്ച് നടത്തണമെന്ന് ഉടമ്പടിയിൽ വിഭാഗങ്ങൾ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. AP വിഭാഗത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ പള്ളിയിലെ മഹലിൽ നിസ്കരിപ്പിക്കാതെ EK വിഭാഗത്തിൽപ്പെട്ട മഹലിൽ വന്ന് നിസ്കരിക്കണം എന്ന വാശി പിടിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമാണ് AP വിഭാഗം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന AP വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും പള്ളിയിലെ ജുമാ നിസ്കാരത്തിൽ, അതായത് പള്ളിയിൽ ജുമാലിൽ ആർക്കൊണ്ടിട്ട് APക്കും അല്ല EKക്കും വേണ്ടിയിട്ടാണ്, പഠിച്ചവന് വേണ്ടിട്ടല്ലേ. അതുപോലെ പെരുന്നാൾ, വലിയ നമസ്കാരം, റമദാൻ മാസം തറാവീഹ് നിസ്കാരം, ഈ പരിപാടികൾക്കൊന്നും ഈ പറഞ്ഞ AP വിഭാഗം പങ്കെടുക്കാറില്ല. ഞാൻ ഒരു വിഭാഗത്തിന് കൂടെ നിൽക്കുന്നൊരു സംസാരിക്കൂല, APന്റെ EKന്റെ കൂടെ ഒന്നും സംസാരിക്കൂല. മുസ്ലിം എന്നുള്ള വിഭാഗത്തിൽ എന്തിനും നിസ്കരിക്കാൻ പഠിച്ചവനോട് ദ്വാരക്കാന്നല്ലാണ്ട് എന്തിനാണ് ഇങ്ങനെ കുൽമാലാക്കി നടക്കുന്നത് ഒരു പെടുത്തില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു മരിച്ച ഒരു മയ്യത്തിനെ റെസ്പെക്ട് ചെയ്യണം. ഈ വീഡിയോയിൽ കാണാം, മയ്യത്ത് ഇങ്ങനെ അവിടെ കടത്തി വെച്ചിട്ടുണ്ട്. ഇവരപ്പുറത്തിപ്പുറത്ത് ഒച്ചപ്പൊടി ആക്കുന്നത്. അതിന് ഫുള്ള് ഏകദേശം കാണുന്ന ഈ വള്ളത്തൊപ്പിയും തലകെട്ടെല്ലാം കാണുന്നുണ്ട്. ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധിയില്ലേ, ബുദ്ധി, ഒരു കോമൺ സെൻസ് വേണ്ടേ. അതായത് മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ശരിക്കും അറിയാം. എന്നിട്ടും ഈ ഒരു രീതിയിലാണെന്ന് ഒച്ചപ്പാടും ബഹളും. അതും എനിക്ക് തോന്നുന്നു പള്ളിയാണോ പരമാണോ എന്നറിയില്ല. ഇനി ഏടുന്നായാലും ഒരു മരിച്ചൊരു മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. ഇനി ഏത് മഹലിലാണെങ്കിലും, അവിടുത്തെ ഭരിക്കുന്ന കമ്മിറ്റിക്കാരായാലും ഇനി മഹലിലായാലും അവിടുത്തെ എല്ലാവരും ഇതിൽ പെട്ട ആൾക്കാരാണ് ഈ കുറ്റത്തിൽ.
മഹല് നിവാസികളും മഹലിൽ താമസിക്കുന്ന നാട്ടുകാർക്കും ആ വീഡിയോ പ്രശ്നം ഉണ്ടാകുന്ന ടൈമിൽ ആ മയ്യത്ത് എടുക്കുന്ന മകനും കുടുംബക്കാരും തന്നെയാണ് സ്വന്തം ഉപ്പയുടെ പേരിൽ. മറ്റുള്ളവരിവിടെ തമ്മിൽ തല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയ സ്ഥലത്ത് ഞങ്ങൾ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് മയ്യത്ത് എടുക്കുകയും AP വിവാഹത്തിൽപ്പെട്ട ഉറച്ച് വെള്ളം ധരിച്ച ഉസ്താദുമാർ മയ്യത്ത് അവിടെ തന്നെ നിസ്കരിക്കാൻ മക്കളോട് വാശി പഠിക്കുകയും മയ്യത്ത് എടുക്കുമ്പോൾ എന്തിനാണ് മക്കള് നിസ്കരിക്കാൻ മറ്റേ കൊണ്ടുപോകാന്ന് പറയുന്ന സമയത്ത് AP പെട്ട ആൾക്കാരെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഞാൻ AP എതിർക്കുന്നവരോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നവരല്ല, EK അനുകൂലിക്കുന്നതും എതിർക്കുന്നവരല്ല. കാരണം ഇങ്ങനത്തെ ഒരു വിഭാഗം തന്നെ വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മള്. AP വേണ്ട, EK വേണ്ട, ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊരു സംഘടന മാത്രം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആൾക്കാരാണ് എല്ലാരും. അതിന് എന്താ പറയാ, ശരിക്കും പ്രശ്നം എന്താ വെച്ചെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് ഇത് നോക്കി ചിരിക്കാൻ വേണ്ടിട്ട് ഒരു കാരണം. മറ്റുള്ള മതക്കാർക്ക് ഇവര് തമ്മിൽ തന്നെ അടിയും പൊടിയും പ്രശ്നം എപ്പോ നടക്കുന്നുണ്ട്. പിന്നെന്തിനു പുറത്ത് സംഖ്യകളും അല്ലെ ഇവര് ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. കമന്റ് ബോക്സിൽ പച്ച തെറി വാറി വരുന്നുണ്ട് കേട്ടോ, പറയാൻ പറ്റാത്ത തെറി പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കമന്റ്സ് കൂടെ വായിച്ചാൽ എന്താ നിങ്ങളെ തലയിൽ കളിമണ്ണ നായിന്റെ മക്കള് പറയിപ്പിക്കാനായിട്ട് മയ്യത്തി വെച്ചവരുടെ ഉൾപ്പില്ലാതെ നായ്ക്കൾ അതിന്റെ കമന്റ് വരുന്നുണ്ട്. മരിച്ചവരുടെ വീട്ടിൽ നിന്ന് മയ്യത്ത് എടുക്കാൻ നേരം മയ്യത്തുമായി അടുത്ത ബന്ധുക്കളുടെ അടുമുള്ള പുളിഞ്ഞാലിൽ മുൻകൂട്ടി മഹല്ല് പ്രസിഡന്റ് അബ്ദുള്ള ദാരിമ അവിടെ നിന്ന് പറയുകയുണ്ടായി. നിലവിൽ അവിടെ ചെറിയ സംഘടന പ്രശ്നമുള്ളതുകൊണ്ട് ഓഫീസിൽ നിന്ന് ചർച്ച നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ മയ്യസ്കാരം ഖബർസ്ഥാൻ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടല്ലോ, അപ്പൊ അവിടെ നിസ്കരിക്കണം. മരിച്ചു കഴിഞ്ഞാലെങ്കിലും കുറച്ച് സ്വസ്ഥത അവർക്ക് മരിച്ചവരോ അവർക്ക് കുറച്ച് സ്വസ്ഥത അവർക്ക് സമാധാനത്തിൽ പോകാൻ വേണ്ടിട്ട്. ഇന്നൊരു നായ മയ്യത്തിനോടും കബറിനോടും കാണിക്കുന്ന ആദരവാണ്. യെസ്, ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നായ മയ്യത്തിന്. അത് ഫോട്ടോ ആണോ ഒന്നും അറിയില്ല, ഉള്ളതാണോ ഇല്ലയെന്ന് അറിയില്ല. അതിനേക്കാളും അതപ്പതിച്ച വർഗമായി പോയെന്ന് അറിയില്ലേ. മയ്യത്തിനോട് കാണിക്കേണ്ട ഒരു ആദരവുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ പുരയിൽ പൂച്ച ഉണ്ടായിരുന്നു. അതായത് ഉപ്പ അവിടെ പോകുന്ന സമയത്ത് കിട്ടിയത് അവിടെ അതായത് എന്റെ പുരയിലൊരു പൂച്ച ഉണ്ടായിന്. ആ പൂച്ച കുറെ കാലമായിട്ടുണ്ടായിന്. ഉപ്പ ഇവിടെ പുറത്തു പോയ സമയത്ത് അതിന്റെ ഉപ്പാനിപ്പുറം വന്നതാണ്. അത് ഉപ്പ ഫുഡെല്ലാം കൊടുത്ത് നമ്മളെ പുരയിൽ തന്നെയാണ് ഉണ്ടായത്. കുറെ പ്രസവിച്ച് കുഞ്ഞെല്ലായി. നമ്മ പേരിട്ടിട്ടുണ്ടായി, കജ്ജുന്ന് പേരിട്ടിട്ടുണ്ടായി, ഖദീജാന്ന് പേരിട്ടിട്ട് പൂച്ച നമ്മ കുറെ കൊല്ലങ്ങളായിട്ട് നോക്കുന്നതാണ്. ഉപ്പ അതിന് ഫുഡ് കൊടുക്കലും ഉപ്പ കൊടുത്തതിന് മാത്രമേ തിന്നു, അങ്ങനത്തെ എല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ ഇപ്പൊ കുറച്ച് മുമ്പ് മരിച്ചിട്ടാവും. ഉപ്പാന്റെ മയ്യത്തിൻ്റെതായ ഈ പൂച്ച, അതായത് മയ്യത്ത് എടുക്കുന്നവരെ ഈ പൂച്ച മയ്യത്ത് കട്ടിലിന്റെ താഴെ ഉണ്ടായിട്ടുണ്ട്. ആ പൂച്ചക്കുണ്ടായ റെസ്പെക്ട് പോലും അല്ലെങ്കിൽ ആ ഒരു ഇത് പോലും ഇവിടുത്തെ മനുഷ്യന്മാർക്കില്ല, ആ ഒരു ബുദ്ധി പോലും മനുഷ്യന്മാർക്കില്ല എന്ന് ഞാൻ പറയുന്നത്. ആ മയ്യത്ത് എടുക്കുന്നവരാ പൂച്ച കൂടെ ഉണ്ടായതിന് ഉപ്പാനെ കവറടക്കി കുറച്ച് ദിവസം നമ്മളെ പറയലുണ്ടായിന്. പിന്നെ ഫുഡൊന്നും എടുക്കുന്നുണ്ടായില്ല. പിന്നെ പൂച്ചനെ കാണാതായി. എന്താ അറിയില്ല, ചിലപ്പം ആ ഒരു ടെൻഷനും കാരണം ഉണ്ടായിരിക്കും. പൂച്ച ഇപ്പൊ അവിടെ പോയെന്ന് തന്നെ അറിയില്ല. അപ്പൊ അതുപോലെ ആ പൂച്ചക്കുണ്ടായ ആ മിണ്ടാപ്രാണിക്കുണ്ടായ ബുദ്ധി വിവേകം പോലും ഇപ്പോഴത്തെ മനുഷ്യന്മാർക്കില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇത് ഏത് മഹല്ലായാലും, ഏത് നാട്ടിലത്തെ ഏത് ജില്ലയിലത്തെ മഹല്ലായാലും, ആടുത്തെ ഉസ്താദുമാരായാലും കമ്മിറ്റിക്കാരായാലും വല്ല പൊട്ടന്മാരെന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ എന്ത് പറയണ്ടേ വരില്ല, എന്തെന്ന് തോന്നുന്ന ഇവർ ചോറന്നെ വയ്ക്കുന്നു. ഉസ്താദുമാർ പറഞ്ഞ് ശരിയാക്കി കൊടുക്കുന്ന പിന്നെ കുറെ സംഘടന അത് ഇത് മറ്റേ മറിച്ച് സുന്നി മുജാഹിദ് തബ്ലീഗ് വേറെ, ഇതിന്റെ ഇടയ്ക്ക് SSF മറ്റേ EKന്റെ SK ഇതെല്ലാം പറഞ്ഞിട്ട് നബി പറഞ്ഞൊക്കെ ഒരു വിഭാഗങ്ങൾ 70ഓളം വിഭാഗങ്ങളുണ്ടാവും തമ്മിൽ തല്ലി പിരിയെന്നെല്ലാം പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തി. കമന്റ്സ് വായിക്കാൻ കുറെ ചിരിക്കാനുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചിരിക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കുമാണ്. കാരണം നമ്മളെല്ലാം നാട്ടിന്റെ അടുത്ത് വരെ ഇത് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിന്റെ എല്ലാം അടുത്ത് തന്നെ 2 പള്ളി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് AP പള്ളി ഉണ്ടെങ്കിൽ EK പോകില്ല. ഈ ഒരു തരത്തിലേക്ക് എത്തിയില്ല. ഈ ഒരു തരത്തിൽ അല്ല എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല. മയ്യത്തിന്റെ അടുത്തേക്കുള്ള ആ ഒരു സംഭവം ഇതുവരെ എത്തിയിട്ടില്ല. ബാക്കിയെല്ലാം എന്റെ നാട്ടില് ഇപ്പൊ അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു പ്രശ്നം അങ്ങനത്തെ കാര്യം നടക്കുന്നില്ല. നമുക്ക് അറിയുന്ന അടുത്ത നാട്ടിലെല്ലാം കുറെ നടക്കുന്നുണ്ട്. ഇനി എന്ത് കമന്റ് ഇട്ടാലും ഞാൻ പറഞ്ഞെടുത്ത് പറയും. ബുദ്ധി സംഘടനകൾക്ക് വേണ്ടി പണയം വെച്ച ഒരുപാട് കാക്കമാരുണ്ട്. മതത്തിൽ രാഷ്ട്രീയ വേർതിരിവ് കൊണ്ടുവന്ന ലീഗിന്റെ കമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പക്ക 100% കറക്റ്റാന്ന് തരുന്നത്. ഒരാൾ പോലും അവർക്ക് അനുകൂലിച്ചിട്ട് തരുന്നില്ല. അതാണ് ശവന്തീനികൾ എന്ന് വെറുതെ അല്ല പറയുന്നത്. ഇവരൊക്കെയാണോ മതം പഠിപ്പിക്കുന്നത്? കഷ്ടം. പിന്നെ EPK പറഞ്ഞ് തമ്മിൽ തല്ലുന്നവരെ ആദ്യം തല്ലോടിക്കണം. നാട്ടിലെ നല്ലവരായ യുവാക്കൾ
ശരിക്കും നാട്ടിലെ യുവാക്കൾ അതിന് ഇറങ്ങണ്ടേ. ഇതിൽ കുറെ കളവന്മാരാണ് ഇതിന്റെ ബാക്കിൽ നിന്നിട്ട് പ്രശ്നം കാര്യങ്ങളാക്കുന്നത്. ശരിക്കും ഇപ്പോഴത്തെ യുവാക്കൾക്കെല്ലാം കുറച്ചും കൂടെ ബുദ്ധി ഉണ്ടാവേണ്ടി ഇതിന്റെ ബാക്കിൽ അങ്ങനെ പോകുന്നൊന്നുമില്ല. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് ഏത് ജില്ലയിലെന്നോ ഏത് പള്ളിയിലോന്നോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അത് പുളിഞ്ഞാല് എന്ന് പറയുന്നത് ഏത് ജില്ലയിൽ, തെക്കൻ ജില്ലയിലോ വടക്കൻ ജില്ലയിലോ ഒന്നും എനിക്കറിയില്ല. പിന്നെ കമന്റ്സ് വായിച്ചെങ്കിൽ ഒരുപാട് പറയുന്നുണ്ട്. അവൻ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ ഇടക്ക് തല്ലല്ലാന്നുണ്ടല്ലോ. എനിക്ക് ചോദിക്കാനല്ല, പോയി ചത്തൂടെ അത് ഏറ്റവും നല്ലത്. പോയി ചത്തോ. ഇനി എന്റെ വീടിന്റെ ബാക്കിൽ ഇനി എന്ത് ബാഡ് കമന്റ് ഇട്ടാലും, ഇനി എന്ത് ഇക്ക് കാരണമായാലും AP കാരണമായാലും, ഇനി എന്ത് കാരണമായാലും ബാഡ് കമന്റോ ഇനി എന്റെ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയേണ്ട അടുത്ത് പറയും. ഓക്കെ.